CPM ഏരിയ കമ്മിറ്റി അംഗമായ നഗരസഭാ അധ്യക്ഷയ്ക്ക് ലഹരി മാഫിയ ബന്ധമുണ്ടെന്ന ആരോപണത്തിൽ തെറ്റേറ്റു പറഞ്ഞ പാർട്ടി കൗൺസിലർ. നഗരസഭാ അധ്യക്ഷ ദിവ്യയും കൗൺസിലർ റോണിയും തമ്മിലുള്ള പോരിന് അവസാനം കുറിക്കാനുള്ള നയതന്ത്രമാണ് അടൂരിൽ CPM വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കണ്ടത്. എന്നാൽ ഏറ്റുപറച്ചിലിന് മാപ്പ് ചോദിക്കുന്നു എന്ന അർത്ഥമില്ലെന്നും റോണി പാണംതുണ്ടിൽ വ്യക്തമാക്കി. നിങ്ങൾക്ക് ഇവിടുത്തെ മയക്കുമരുന്ന് മാഫിയയോടൊരു ബന്ധമുണ്ടെന്ന് ഞാൻ പറയും. കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കേന്ദ്രീകരിച്ച് വിൽക്കുന്ന അടൂർ ടൗണിൽ ചെറുപ്പക്കാർക്ക് മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുന്നതിന് എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കുന്നത് ചെയർപേഴ്സന്റെ ശിങ്കടിമാരുമാണ്. ആരോപണം ഉന്നയിച്ച ആളെ കൊണ്ട് തന്നെ അത് തിരുത്തിക്കുക, അതും വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത്. CPM അടൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഇന്ന് നടന്നതെല്ലാം പാർട്ടി തീരുമാനപ്രകാരമായിരുന്നു. ആ സമയത്ത് ഒരു വികാരപരമായ ഒരു മാനസികാവസ്ഥ എനിക്കുണ്ടായിരുന്നു. അപ്പം ആ മാനസികാവസ്ഥയിലാണ് ഞാൻ നിങ്ങളിതിനെ സഹായിക്കുന്നു എന്ന തരത്തിലേക്ക് സംസാരിച്ചത്. ചെയർപേഴ്സണെ എനിക്ക് വളരെ കുട്ടിക്കാലം പോലെ അറിയാവുന്ന ഒരാളാണ്. ചെയർപേഴ്സൺ ലഹരി മാഫിയയുടെ ആളല്ല, ചെയർപേഴ്സൺ ലഹരി കച്ചവടമുള്ള ആളല്ല. ഇതെനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇല്ലത്തുകാവ് സെന്റ് മേരീസ് റോഡിൽ വഴിവിളക്കുകൾ പ്രകാശിപ്പിക്കാൻ നഗരസഭ തയ്യാറാകാതിരുന്നതാണ് വിവാദ പരാമർശത്തിന് കാരണമായതത്രേ. വഴിയോരത്ത് പ്രവർത്തിക്കുന്ന ഒരു ചായക്കട ലഹരി ഉപയോഗിക്കുന്നവരുടെ കേന്ദ്രമാണ്. ഇവിടെ വഴിവിളക്ക് പ്രകാശിപ്പിക്കാൻ നടപടി സ്വീകരിക്കാത്ത ചെയർപേഴ്സൺ ഫലത്തിൽ ലഹരി ഇടപാടുകാർക്ക് സഹായം ചെയ്യുന്നുവെന്നാണ് ഉദ്ദേശിച്ചതെന്ന് പറയുന്നു കൗൺസിലർ. വിഷയത്തെ വൈകാരികമായി കണ്ടതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. കോടതിയിലേക്ക് വരേണ്ട ഒരു കാര്യത്തിന് ഞാനിപ്പോൾ അഭിപ്രായം പറയാൻ പറ്റത്തില്ലല്ലോ. അത് എനിക്ക് വക്കീലുണ്ട്. എൻ്റെ വക്കീലുമായിട്ടും അല്ലെങ്കിൽ പാർട്ടിയുമായിട്ടും ഞാൻ ആലോചിച്ചിട്ട് അതിന് വരും ദിവസങ്ങളിൽ അതിന് ഉചിതമായ തീരുമാനം, പാർട്ടി പറയുന്ന അനുസരിച്ച് തീരുമാനം ഞാൻ എടുക്കും. ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ അധ്യക്ഷ ദിവ്യ റജി മുഹമ്മദിന്റെ പരാതിയിൽ നേരത്തെ റോണി നൽകിയ വിശദീകരണം CPM തള്ളിയിരുന്നു. നടപടി ഉണ്ടാകുമെന്നാണ് സൂചനകൾ. സംഘടന നടപടി ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. കാര്യം സംഘടന തീരുമാനിക്കുക, കമ്മിറ്റിയല്ലേ തീരുമാനിക്കേണ്ടത്. കമ്മിറ്റി ചർച്ച ചെയ്ത് സംഘടന നടപടിക്ക് വിധേയപ്പെടേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യും. ഒരു വ്യക്തിയും സംഘടനയ്ക്ക് മുകളിലല്ലോ. റോണി തെറ്റ് മനസ്സിലാക്കുകയും അത് പരസ്യമായി പറയുകയും ചെയ്തതിൽ സന്തോഷമുണ്ടെന്ന് നഗരസഭാ അധ്യക്ഷ ദിവ്യ റജി മുഹമ്മദ് പറഞ്ഞു. ബാക്കി കാര്യം പിന്നീട് പറയാമെന്നും അവർ കൂട്ടിച്ചേർത്തു. തെറ്റ് പരസ്യമായി ഏറ്റുപറയാത്ത പക്ഷം മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യുമെന്ന് ദിവ്യ റജി മുഹമ്മദ് റോണിക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. കൂടാതെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകി. തുടർന്ന് ദിവ്യ കൂടി പങ്കെടുത്ത ഏരിയ കമ്മിറ്റി യോഗമാണ് കടിച്ച പാമ്പിനെ വരുത്തി വിഷമിറക്കാൻ നിർദ്ദേശിച്ചത്. ഏറ്റുപറച്ചിലൂടെ വിവാദം താൽക്കാലികമായി അടങ്ങിയെന്നതാണ് പാർട്ടിയുടെ ആശ്വാസം. വിജയം ദിവ്യ റജി മുഹമ്മദിന് തന്നെ. കൈവിട്ടുപോയ വാക്കിൽ റോണിയുടെ തലയ്ക്കുമീതെ അച്ചടക്കത്തിന്റെ വാളുണ്ട്. എന്നാൽ പാർട്ടിക്ക് വഴങ്ങിയെന്ന ഒറ്റ കാരണത്താൽ അത് ലഘൂകരിക്കപ്പെട്ടേക്കാം. മാർച്ച് 12 നഗരസഭാ കൗൺസിലർമാരുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് റോണി പാണന്തുണ്ടിൽ ദിവ്യ റജി മുഹമ്മദിനെതിരെ ശബ്ദ സന്ദേശം പോസ്റ്റ് ചെയ്തത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.